ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വിഷുദിനമാണ്. ഇന്ന് കുറെ പരിപാടികളുള്ള ദിവസമാണ്. നല്ലോ കുൽക്കട എനിക്ക് ആവതില്ല. വീണ് ആദ്യം തന്നെ രാവിലെ പണികളൊക്കെ കഴിച്ച് മോനെ ഉറക്കി ഉമ്മൻ്റെ അടുത്ത് ആക്കിയിട്ട് നേരെ വന്നത് ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അവിടെയാണ് ഇന്ന് നമുക്ക് വിഷുവിൻ്റെ ഫുഡ് കഴിക്കാനുള്ളത്. ഇത് ഇക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ രണ്ട് കുഞ്ഞു മക്കളാണ് കേട്ടോ. ഭയങ്കര കച്ചറാണ് കേട്ടോ രണ്ടാൾക്കാരും. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് തന്നെ അതിന് പണി രണ്ടാളെയും നോക്കിയിരിക്കല്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. കുറേ സംസാരിച്ച് കുറേ കാലത്തിൻ്റെ അടുക്കാണ് കേട്ടോ ഇക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫുമാരൊക്കെ ഇങ്ങനെ കാണുന്നത്. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഓരോരുത്തർ ഇങ്ങനെ കാണുമെന്നല്ലാണ്ട് കണ്ടാലാണെങ്കിൽ ഒത്തിരി സംസാരിക്കാനും ഉണ്ടാവും. അങ്ങനെ ഞങ്ങളെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പായസം തന്ന് ഇനി അടുത്തത് കെട്ടിയന്മാരെ ഫുഡ് കഴിക്കലാണ്. അവർ ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പോവാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉമ്മമ്മ കുറേ ദിവസമായിട്ടോ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ഉമ്മമ്മ ഇങ്ങനെ കച്ചറുണ്ടാക്കുന്നുണ്ട് ഉമ്മമ്മക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ 2 ആഴ്ചത്തോളം മാക്സിമം ഞങ്ങൾ പിടിച്ചു വെച്ച് പിന്നെ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ വീട്ടിലാക്കി കൊടുക്കാൻ പോകുന്നത്. വിഷു ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അതൊന്നും കാര്യമാക്കാതെ ഞങ്ങൾ അമ്മമ്മക്ക് ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ടാക്കി കൊടുക്കുകയാണ്. ഉമ്മമ്മക്ക് എന്താണെന്ന് വെച്ചാൽ ഉമ്മമ്മൻ്റെ ആ ഒരു വീട്, ആ ഒരു പരിസരം, ആ ഒരു പ്രകൃതി അതൊക്കെ ഒന്നും ഇല്ലാണ്ട് ഉമ്മമ്മക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്മ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ വീട്ടിൽ നിന്ന് കണ്ട ആളേ അല്ല ഉമ്മമ്മൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചായ കുടിക്കും ഉമ്മമ്മ പാഞ്ഞ് നടക്കും കേട്ടോ. അത്രയും ഭയങ്കര ആക്റ്റീവാണ്. ഞങ്ങളിവിടെ എത്തലും മാമി അടിപൊളി സ്നാക്സൊക്കെ എടുത്തു വെച്ച് ചായയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാമി പണ്ടേ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ തരേണ്ടത് എന്താ വെക്കേണ്ടതെന്നാണ്. ഏതായാലും വന്നതല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് പോകാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാമി നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിച്ച് വിഷു അല്ലേ അവിടെ നല്ല പരിപാടി ഉണ്ടാവും കേട്ടോ. അങ്ങ് ഞാനിങ്ങനെ നോക്കി നിന്ന് പോയത് എന്താ ഒരു സൈഡിൽ നിന്ന് അപ്പം തൊട്ടിട്ടൊന്ന് പൊട്ടുപോയി നേരെ ഓപ്പോസിറ്റ് നിന്ന് അവിടെ തൊട്ടിട്ടോന്ന് പറഞ്ഞു ഇപ്പുറത്തൊന്നും പൊട്ടെ. എന്തോ മത്സരം മാതിരിയാണ്. ഒരു സ്ഥലത്ത് നിന്ന് പൊട്ടുമ്പോൾ അപ്പുറത്തുനിന്ന് പൊട്ടെ. നല്ല രസം ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ വന്നത് ഒരിക്കലും നഷ്ടമായില്ല എന്ന് തോന്നിപ്പോയി. പൊതുവേ ഈ ചാമ്പക്ക, മാങ്ങ അങ്ങനത്തെ കുറെ ഐറ്റംസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ ചാമ്പക്ക വെറും പെറുക്കി നടക്കുന്ന പണിയായിരുന്നു. അപ്പൊ ചാമ്പക്ക കണ്ടപ്പോ കുറച്ച് ചാമ്പക്കൊക്കെ പെറുക്കി കയ്യിലാക്കിയതാ ഞങ്ങൾ പോവാണ്. നിങ്ങൾ എത്ര ദിവസം അവിടെ നിന്ന് ആരാമ്പറത്ത് റസീനന്റെ വരയില് എത്ര ദിവസം നിന്ന്? ശരിയാ പോയി. ഓ നിന്നക്ക് 2 ദിവസമല്ല 2 ആഴ്ച നിന്നക്ക്. എന്നാ ശരി പോയി ടാറ്റ. ഓ ആയിക്കോട്ടെ. ഫോണിലുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. കുറച്ചുണ്ടല്ലോ പുത്തൂർമടുത്ത് ഞങ്ങളെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ വരാം. ടാറ്റാ.